ഷാഫി 1,50,000-ലധികം ഭൂരിപക്ഷത്തിന് വടകരയിൽ വിജയിച്ചു കയറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് വടകരയിലെ സ്ത്രീകളും ഞങ്ങളും ഒക്കെയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ആഴ്ച മാത്രമാണ് ബാക്കി. ഇപ്പോൾ എന്നോടൊപ്പം RMP നേതാവും വടകര MLA-യുമായ KK രമ ചേരുകയാണ്. നമുക്ക് വടകര മണ്ഡലത്തിലെ UDF-ന്റെ വിജയ പ്രതീക്ഷകളും ഒപ്പം രാഷ്ട്രീയ സാഹചര്യവും ചോദിക്കാം. വലിയ തരംഗമാണ് വടകരയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലിന് ഉജ്ജ്വലമായ വിജയം വടകര സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഷാഫി പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോയത് വനിതാ പ്രവർത്തകരുടെ റാലിയുടെ അകമ്പടിയോട് കൂടിയാണല്ലോ. അപ്പോൾ അത് ശൈലജ ടീച്ചർക്ക് വലിയ തോതിൽ സ്ത്രീകളുടെ പിന്തുണയുണ്ട് എന്നുള്ള പ്രചാരണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനും തങ്ങളുടെ കൂടെയും വലിയ തോതിൽ സ്ത്രീ പ്രാതിനിധ്യവും സ്ത്രീകളുടെ പിന്തുണയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണോ? അല്ല, ഒരിക്കലുമല്ല. കാരണം ഇത് ഞങ്ങളെടുത്ത തീരും വളരെ നേരത്തെ എടുത്തിട്ടുണ്ട്. അവർ ഇത് 1-ാം തീയതി അതിൻ്റെ പ്രചരണം നടത്തുന്നു, വനിതകളുടെ പ്രകടനം നടത്തുന്നു എന്ന് അറിയുന്നത് വളരെ കഴിഞ്ഞതിന് ശേഷം. ഞങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ നോമിനേഷൻ കൊടുക്കുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിലായിരിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അത് കണ്ടിന് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അത്തരത്തിലൊരു മത്സരത്തിലേക്കല്ല, ഇത് ഞങ്ങൾ സംഘടിപ്പിച്ചതുമല്ല. ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ സ്ത്രീകൾ സ്വയമേവ വന്നതാണ്. CPM ആരോപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വടകരയിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറത്തേക്ക് TP ചന്ദ്രശേഖരൻ കൊലപാതകം വീണ്ടും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കുന്നു. ഇവിടെ ദേശീയ രാഷ്ട്രീയവും ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവുമൊക്കെയാണ് ചർച്ചയാകേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ TP വീണ്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് അവർ ഭയക്കുന്നുവെന്നാണോ? അല്ല, അതൊരു ഘടകമാണ്. TP ഇനി ഉയർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് CPM-ൻ്റെ ആളുകൾ, അവരുടെ നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ TP ചർച്ചയായി വരുന്നോ ആ സമയത്തൊക്കെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതൊരു ഫാക്ടറാണ്. വടകരയിൽ TP ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടി വന്ന് കൂടുതൽ നേതാക്കന്മാരിലേക്ക് കേസ് എത്തുകയും കൂടുതൽ നേതാക്കന്മാരെ ജയിലിലാക്കുകയും കൂടി ചെയ്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒന്നുകൂടി ചർച്ചയാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയ ഫാസിസവും വർഗീയ ഫാസിസവും രണ്ടും ഒരേ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, എതിർക്കേണ്ടതാണ്. അത് രണ്ടും അവിടെ ചർച്ചയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. TP വിഷയം ഉയർത്തിയാൽ തന്നെ അത് KK ശൈലജയ്ക്കുള്ള വോട്ടിനെ ബാധിക്കില്ല എന്നൊരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണ്? അല്ല, അതെങ്ങനെയാണ് പറയാൻ കഴിയുക? KK ശൈലജയ്ക്ക് വേറെ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുണ്ടോ? KK ശൈലജ പറയുന്നത് CPM-ൻ്റെ അതേ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് അവർ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. കുഞ്ഞനന്തൻ ഉൾപ്പെടെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ടീച്ചറാണ്. ഞങ്ങളുടെ വിഷയത്തിലൊന്നും ഒരു തരത്തിൽ പോലും അനുകൂലമായ ഒരു നിലപാടെടുത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല. എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങളും വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും മൗനിയായിരുന്നു അവർ. അത്തരം മൗനിയായിരുന്നവർ എങ്ങനെയാണ് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക? അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അതൊക്കെ PR വർക്കിൻ്റെ ഭാഗമായി പൊക്കിക്കൊണ്ടുവരുന്ന കുറേ ഇമേജുകളല്ലാതെ അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അത് ഇലക്ഷൻ റിസൾട്ടിനെ വലിയ തോതിൽ ബാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? 100%. ആർക്കും ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു സാധാരണ വീടുകളിലേക്ക് എടുത്തു പോയി നോക്കണം. അവർക്ക് ഒരു 100 രൂപ കിട്ടിയാൽ പോലും പുറത്തു പോയി ഒരു സാധനം വാങ്ങാൻ സാധിക്കുന്നില്ല. അത്രയേറെ വിലവർധനവാണ് എല്ലാ സാധനങ്ങൾക്കും. സാധാരണയായ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണിവിടെ. KK ശൈലജയ്ക്കെതിരെ കോവിഡ് കള്ളി എന്നൊരു പ്രചാരണം ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോർഫിംഗ് ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ UDF എന്ന മുന്നണിക്കുള്ളിൽ ഏത് തരത്തിലാണ് ചർച്ചയാവുന്നത്? സൈബർ ഇടങ്ങളിൽ നടക്കുന്ന കേവലം പ്രചാരണങ്ങൾ മാത്രമായി വിശദീകരിക്കാനാണോ തീരുമാനം? അല്ല, അങ്ങനെയൊരു മോർഫിംഗ് നടന്നതായിട്ട് എൻ്റെ ഒന്നും ശ്രദ്ധയിലില്ല. ഞാൻ ഒരാളെപ്പറ്റിയും ഒരാൾക്കും ഇത് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരാളാണ്. അത് ടീച്ചറല്ല, മറ്റാരാണെങ്കിൽ പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടെങ്കിൽ അത് തെറ്റാണ്. തീർച്ചയായിട്ടും അതിനെതിരെ അതിശക്തമായിട്ട് ഞങ്ങളൊക്കെ പ്രതികരിക്കും. ഒരു തർക്കവും അതിനകത്തില്ല. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ വിഷയങ്ങളൊന്നും ഞങ്ങളുടെയൊന്നും ശ്രദ്ധയിലുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ നിയമപരമായിട്ട് അത് നേരിടട്ടെ. അങ്ങനെ ചെയ്യുന്നതിനോട് ഒരു തരത്തിലും അനുകൂലിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അവസാനമായി എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന് പ്രതീക്ഷിക്കുന്നത്? ഷാഫി 1,50,000-ലധികം ഭൂരിപക്ഷത്തിന് വടകരയിൽ വിജയിച്ചു കയറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് വടകരയിലെ സ്ത്രീകളും ഞങ്ങളും ഒക്കെയുള്ളത്. തീർച്ചയായും ആ തരത്തിൽ 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. അങ്ങനെയുള്ളൊരു മുൻതൂക്കം വടകര മണ്ഡലത്തിൽ UDF-നുണ്ട് എന്ന് കൂടിയാണ് KK രമ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ ബിബിൻ വൻപകലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.